ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ് കേട്ടോ. നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു വലിയ തക്കാളി ഉണ്ട്, ഞാൻ ഒരു പകുതി എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു തക്കാളി എടുക്കുക കേട്ടോ. നമ്മൾ അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഏത് മീനാണെങ്കിലും, ഇപ്പം മത്തി ആയാലും ഏത് മീനാണെങ്കിലും കഷ്ണം മീൻ എങ്ങനെയായാലും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മൺചട്ടിക്ക് ചൂടായി വരാൻ കുറച്ച് സമയം വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എണ്ണ ഒഴിച്ച് ചെറിയ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ ഫുള്ള് ചൂടാവുന്നതിന് മുന്നേ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വേഗം എണ്ണ ചൂടായി കിട്ടും കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് അതിനകത്ത് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ചൂടായി, അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പയ്യെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹായ് കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കറി ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങളിങ്ങനെയാണോ മീൻ കറി ഉണ്ടാക്കാറും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ഉലുവ ചെറുതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഇതൊക്കെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. ഈ ഇൻഗ്രീഡിയൻസൊക്കെ നല്ലപോലെ എണ്ണയിൽ കിടന്നൊന്ന് വാടി വരണം. നമ്മൾ തീ സിമ്മിലിടാൻ മറക്കരുത്. ഒരുപാടങ്ങ് സിമ്മിലേക്ക് ഇടേണ്ട, ഒരു മീഡിയത്തിലിട്ട് നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ തീ നല്ല ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ സിമ്മിലിട്ടാലും കുഴപ്പമില്ല. കാരണം ചട്ടിയിലെ ചൂടും കൂടി നമുക്ക് നല്ല പോലെ വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ തീ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ മറക്കണ്ട. നമുക്ക് സവോളയൊക്കെ പെട്ടെന്നൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഒരുവിധം വാടി വരുമ്പോഴത്തേക്കും ഒരു പിടുത്തം വേപ്പിൻ്റെ ഇല ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇല എന്താണെന്ന് എനിക്കറിയില്ല, എത്ര ഇട്ടാലും ഒരു തൃപ്തി വരില്ല. അപ്പം ഞാനൊരു നല്ല പോലെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ വാടി വരുന്ന ഒരു മണം, നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ. എണ്ണയിൽ കിടന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ കൂടെ കൊടുക്കുക. വഴണ്ട് വരുമ്പോഴൊരു മണമല്ലേ, അത് നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ വഴണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം. ഞാൻ അവിടെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നല്ല പോലെ വഴറ്റിയെടുക്കുക. തീ സിമ്മിലായിരിക്കാൻ മറക്കല്ലേ. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് ഉണ്ടാക്കുക. കാരണം ഉള്ളിയൊക്കെ വഴണ്ട് വരാനുള്ള ടൈം കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറിക്ക് നമ്മൾ ഉദ്ദേശിച്ചത്ര ടേസ്റ്റൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. തീ സിമ്മിലിടുക. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ മസാല എടുത്ത് വെക്കുക, അല്ലെങ്കിൽ തീ സിമ്മിലിട്ട് നല്ലപോലെ വഴണ്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഇനി ഞാൻ മസാല എടുക്കാം കേട്ടോ. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പൊടികൾ എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ നമ്മൾ എടുക്കുന്നത് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആണ് കേട്ടോ എടുക്കുന്നത്. നമ്മളിവിടെ എടുക്കുന്നത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കും. എനിക്ക് മീൻ കറിയിൽ ലേശം മല്ലിപ്പൊടി ഇടും. ചിലർ ഇടും, ചിലർ ഇടില്ല കേട്ടോ. അപ്പോൾ ഇടുന്നവരാണെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് എടുക്കുക. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് വരും കേട്ടോ മല്ലിപ്പൊടി ഇടുകയാണെങ്കിൽ. അപ്പോൾ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു 3.5-4 ടീസ്പൂണോളം മുളകും പൊടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. 4 ടീസ്പൂൺ മുളകും പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം മുളകും പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളകും പൊടിയാണ്. കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് കളറിനെടുക്കുക.
ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സാധാ മുളകും പൊടി ആയാലും മതി. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ചെടുത്ത് വെച്ചാലുള്ളൂ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണയിൽ കിടന്ന് ആദ്യം ഇടുന്ന മസാല കരിഞ്ഞു പോകും. അപ്പോൾ ഒരുമിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ളു വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഇതിന് മുന്നേ ഒക്കെ വീഡിയോസിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതിനങ്ങനെ മിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നല്ല എണ്ണ ഉണ്ട്, അപ്പോൾ എണ്ണയിൽ കിടന്ന് വഴണ്ടി കിട്ടിക്കോളൂ. പിന്നെ നല്ല സിമ്മിലുമാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം തീയൊന്നും സിമ്മിലല്ലെങ്കിൽ നമ്മളിടുന്ന മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീ സിമ്മിലാക്കി വെച്ച് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഒരുവിധം മീഡിയം ചൂടിലായിരിക്കും ഇരിക്കണം. അപ്പോൾ നമ്മൾ മസാല ഇട്ടാലും നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും, പെട്ടെന്ന് കരിഞ്ഞു പോകില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ പൊടികൾ ഇട്ട് കൊടുത്തത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിർത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകില്ല, നല്ല വഴണ്ട് കിട്ടുകയും ചെയ്യും. മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ല മസാല മൂത്ത് കിട്ടും. നമ്മുടെ മസാല നല്ല പോലെ വഴണ്ട് ആ എണ്ണയിൽ കിടന്ന് ഒരുവിധം മൂപ്പായിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണയിൽ കിടന്ന് ചൂടായി വന്ന മസാലയുടെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ വഴണ്ട് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശവും കൊണ്ട് നമ്മുടെ മസാല അങ്ങനെ കരിഞ്ഞു പോവുകയില്ല. പക്ഷെ നല്ല പോലെ വാടി നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നല്ല പോലെ വഴറ്റിയെടുക്കുക. ആ വഴറ്റിയ ശേഷം നമ്മൾ പുളിവെള്ളമാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. കുടംപുളി ഇടുന്നവർക്കാണെങ്കിൽ എണ്ണയിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കുടംപുളി നല്ലപോലെ തിളപ്പിച്ചിട്ട് അത് കുറച്ച് ആ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇപ്പം ഞാൻ ഇവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. വാളംപുളിയുടെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കുക. കുറച്ച് ഒഴിച്ചെടുത്താൽ വെള്ളം വറ്റി വന്നിട്ട് ശേഷം മാത്രം അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എങ്കിൽ നല്ല പോലെ കറി കുറുകി കിട്ടുകയും ചെയ്യും. നല്ല ഒരു കട്ടി ഉണ്ടാവും കേട്ടോ കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്ത് എടുക്കുന്നത്. അപ്പോൾ വേഗം എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും. ഞാൻ ഇങ്ങനെയാണ് ഈ മീൻ കറികൾ വെക്കാറ്. നിങ്ങളെ എങ്ങനെയാണ് വെക്കുന്നതെന്നും കൂടി ഇങ്ങനെ തന്നെയാണോ വെക്കാറ്, അതെയോ വെറുതെ വഴറ്റി മസാല ഇട്ട് വെക്കുവാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ല കുറുകി നല്ല കട്ടിയായിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ മസാല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുവിധം എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പം നമ്മൾ നല്ല പോലെ ഒഴിച്ചു കൊടുക്കുന്ന പുളിവെള്ളം നല്ല പോലെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കട്ടിയായിട്ട് കിട്ടും കറി. നമ്മളിപ്പോൾ ഒരുവിധം കറി കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പുളിവെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്നത് വരെയൊക്കെ, ആ ജസ്റ്റ് തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്ന് എണ്ണ തെളിഞ്ഞ് വരും. അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളേ. നമ്മൾ നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കും തോറും ആ കറിയുടെ ചാറിൻ്റെ കട്ടി കൂടി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ച് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ല പോലെ ഇളക്കി സിമ്മിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഇളക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മീഡിയത്തിലാക്കി സിമ്മിലേക്ക് തന്നെ ഇടുക. കാരണം ആ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലെങ്കിൽ ഫുള്ളിലേക്ക് നമ്മൾ ഇടുന്നത് വെള്ളം ഒഴിച്ച ശേഷം മാത്രമേ നമ്മൾ ഫുള്ളിലേക്ക് തീയിടുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. മസാലയുടെ ആ ഒരു കരിപ്പ് മണം ടേസ്റ്റും വരും കേട്ടോ, കമർപ്പ് ചുവ വരും. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളിലേക്ക് ഇടാത്തത്. ഇപ്പോൾ സിമ്മിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ഈ സമയത്ത് ഈ വെള്ളമൊക്കെ തിളച്ച് വരും. ആ തിളച്ച വെള്ളത്തിൻ്റെ അംശം വറ്റി വരുന്നതനുസരിച്ച് നമുക്ക് എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുവിധം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പുളിവെള്ളം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ പുളി ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം എടുത്ത പുളിവെള്ളം ഫുള്ള് ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി എടുത്ത് പുളിവെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു തിളയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ എത്രമാത്രം വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ല, നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് കട്ടിക്ക് കറി എടുക്കുന്നില്ല, നീട്ടിയെടുക്കുന്നില്ല. ഒരുവിധം കുറുക്കി ഒരു കട്ടിയായിട്ടാണ് നമ്മൾ കറി എടുക്കുന്നത്. അപ്പോൾ
നമ്മളതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ കുറച്ച് ചാറായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ വലിയ ചാറായിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ മൊത്തം 2.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ആദ്യം നമ്മൾ ഇച്ചിരി ഒഴിച്ച് കൊടുത്ത വെള്ളം മൊത്തം നമ്മൾ കുറുക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിയിൽ ഒഴിച്ചൊരിച്ചിരി വെള്ളം ഒഴിച്ചല്ലോ, അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ 2.5 ഗ്ലാസ് വെള്ളം മൊത്തം നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് നല്ലപോലെ ഇളക്കി തീയൊന്ന് ഫുള്ളിലേക്കാക്കി ഇടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുവരെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല, അതും കൂടി നമ്മൾ നോക്കണം കേട്ടോ. പുളിയായൊന്ന് നോക്കുക. പുളിയായിട്ടില്ല, കുടംപുളിയൊക്കെ ഇടുന്നെങ്കിൽ നമുക്ക് പിന്നീട് പുളി ഇറങ്ങി വരും. വാളംപുളി ഇടുമ്പോൾ നമ്മൾ എത്രമാത്രം പുളി ഉണ്ടെന്ന് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വിടുക. ഇനി നമ്മുടെ ചാറ് നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ നല്ല കുറുകിയ കറിയായിരിക്കും. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിച്ചേക്കാം. അപ്പോൾ നമ്മൾ നല്ല കറി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരും. കാരണം നമ്മൾ ആദ്യം തന്നെ ഇളക്കിയെടുത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തള വരുമ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. ഇപ്പം നമ്മുടെ കറി നല്ല പോലെ വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കുക. എനിക്ക് തോന്നുന്നു മിക്ക വീട്ടിലും മീൻ മേടിച്ചാൽ തലയും വാലും കൂടി ഇട്ടിട്ട് കറി വെക്കും. ബാക്കി നടുക്കഷ്ണമൊക്കെ എടുത്ത് വറക്കാറാണെന്ന് തോന്നുന്നുണ്ട്. ഞാനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. തലഭാഗവും പിന്നെ 2-3 നടുക്കഷ്ണവും കുറച്ച് വാലൊക്കെ ഇട്ടിട്ട് തന്നെ കറി വെക്കാൻ എടുക്കാറ്. അപ്പോൾ അതേപോലെ ഞാൻ മീനൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏത് കറിയാണെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ മത്തി ആയാലും അയലയായാലും കഷ്ണം മീനാണ് നെയ്മീൻ ഏതാണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇട്ടിട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കഷ്ണമൊക്കെ ഒന്ന് മുങ്ങി വരുന്ന ഒരു പാകത്തിന് ഒന്ന് ഇളക്കി ചാറൊക്കെ അതിൻ്റെ മേലേക്ക് ആക്കി കഷ്ണത്തിൻ്റെ മേലേക്കാക്കി കഷ്ണം ചാറിലേക്ക് മുക്കിയിടുന്ന പാകത്തിനാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. 2-3 തളയൊക്കെ തിളച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ നല്ലപോലെ ചാറിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളിലിട്ടിട്ട് മൂടി വെച്ച് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ ഇടയ്ക്കൊന്ന് സിമ്മിലാക്കി കൊടുക്കണേ. കണ്ടോ, നമ്മൾ 2-3 തള തിളയ്ക്കുമ്പോൾ തന്നെ എണ്ണ നല്ല തെളിഞ്ഞ് ചാറൊക്കെ ഒരുവിധം വറ്റി വരും. മൺചട്ടിയിലും കൂടി ആയതുകൊണ്ട് നല്ല വറ്റി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുവിധം ചാറൊക്കെ വറ്റിയിട്ട് ഒന്നും കൂടി വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വയ്ക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. കാരണം ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരുപാട് ചാറ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒന്നും കൂടി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അങ്ങനെ നമ്മുടെ കറി ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പത്തിൻ്റെ ദോശൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ഓക്കെ, ബൈ.